കേരള യൂണിവേഴ്സിറ്റിയുടെ 4 ഇയേഴ്സ് UG പ്രോഗ്രാമിൻ്റെ ഒരു കോഴ്സ് ആക്ടിവേഷനും പ്രിൻ്റ് ഔട്ടുമാണ് ഇവിടെ പറയുന്നത്. ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് SLC എന്ന് ടൈപ്പ് ചെയ്താൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ മെയിൻ സൈറ്റ് നമുക്ക് ഫസ്റ്റ് ആയിട്ട് തന്നെ സ്റ്റുഡൻസ് ലോഗിൻ സൈറ്റ് കിട്ടും. അതിൽ കയറിയിട്ട് നമ്മുടെ പ്രൊഫൈലിൽ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് താഴെയുള്ള ഒരു ക്യാപ്ച കോഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മുടെ പ്രൊഫൈലിലെ ലെഫ്റ്റ് സൈഡിൽ മേളിലുള്ള ഒരു 3 ലൈനിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ കോഴ്സ് രജിസ്ട്രേഷൻ എന്നുള്ളൊരു ടാബ് ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്താൽ അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ പെൻഡിങ് ആണ്. ആ സംഭവം നമുക്ക് ആക്റ്റീവ് ആക്കണം. ഓക്കെ, അപ്പം 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് വെരിഫൈ ആൻഡ് സബ്മിറ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് അവിടെ കോഴ്സും കാര്യങ്ങൾ കാണും, ചെക്ക് ബോക്സ് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യണം. അതിന് മുമ്പ് നമ്മൾ കൊടുത്തിട്ടുള്ള കോഴ്സ് എല്ലാം ഓക്കെ ആണോ എന്ന് നോക്കിയിട്ട് വേണം സബ്മിറ്റ് കൊടുക്കാൻ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ട്യൂട്ടർ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരെ അറിയിക്കുക. ജസ്റ്റ് ഇത് ചെയ്യരുത്. പിന്നെ ഓക്കെ ആണെങ്കിൽ നിങ്ങളത് ഇതുപോലെ ആക്റ്റീവ് ആക്കുക. ആക്റ്റീവ് ആക്കിയതിന് ശേഷം റൈറ്റ് സൈഡിലുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാം. പ്രിൻ്റ് എടുക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇതേപോലെ ജസ്റ്റ് ലോഡിംഗ് ആയിരിക്കും കൂടുതൽ പേർക്ക് വരും. അത് നമ്മുടെ SLCM സൈറ്റിൻ്റെ ഒരു പ്രോബ്ലമാണ്. ഇങ്ങനെ ലോഡിംഗ് ആണെങ്കിൽ അതിന് ജസ്റ്റ് മറികടക്കാനായിട്ടൊരു ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്താം. എൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു സൈറ്റ് വരും. ഈ ഒരു സൈറ്റിലെ ലെഫ്റ്റ് സൈഡിൽ മേളിലുള്ള 3 ലൈനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒരു 4 ഇയേഴ്സ് FYUGP 2024-28 എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ടാവും. അതിൽ കയറിയാൽ അതിൻ്റെ ഏറ്റവും ബോട്ടമിൽ ഒരു ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ടാബ് വെച്ചിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ജസ്റ്റ് ഡ്രൈവിലാണ് വരുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു അക്കൗണ്ട് നിങ്ങളുടെ ഫോണിലുള്ള സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്താൽ ഇതുപോലെ നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവിലേക്ക് പോയിട്ട് ഒരു വെബ് ടു PDF എന്ന് പറഞ്ഞൊരു APK അവിടെ വരും. അത് ജസ്റ്റ് സെറ്റിങ്സിൽ പോയിട്ട് അലോ ഫ്രം ദിസ് സോഴ്സ് എന്നുള്ള ഓണാക്കി കൊടുത്താൽ നിങ്ങൾക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. എനിക്കിപ്പം ഓൾറെഡി ഇൻസ്റ്റാൾ ആയതുകൊണ്ടാണ് ഇവിടെ അപ്ഡേറ്റ് എന്ന് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇൻസ്റ്റാൾ എന്നായിരിക്കും കാണിക്കുന്നത്. ആപ്ലിക്കേഷൻ നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ആക്കുക. അതിന് ശേഷം ഫോണിൽ നിങ്ങൾ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഇൻ്റർഫേസ് ആയിരിക്കും ആപ്പിന്. അവിടെ നമ്മൾ ഗൂഗിൾ എന്നുള്ള ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ലോഗിനിലേക്ക് SLCMൻ്റെ ലോഗിൻ ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ് നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുന്നു. അതുപോലെ നമ്മൾ പ്രൊഫൈലിലേക്ക് ലോഗിൻ ആവുന്നു. അവിടെ കോഴ്സ് രജിസ്ട്രേഷനിൽ പോയിട്ട് നേരത്തെ ചെയ്ത പോലെ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് പ്രിൻ്റ് കൊടുക്കുകയാണ്. നമ്മളിപ്പം പ്രിൻ്റ് കൊടുക്കുന്ന ടൈമിൽ ഇവിടെ കറക്റ്റായിട്ട് നമുക്കത് വരും. അതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു. ഓക്കെ, അതിൻ്റെ താഴെയുള്ള ഒരു ഡൗൺലോഡ് ബട്ടൺ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവിങ് എസ് PDF എന്ന് കാണിക്കും. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ സേവ് ആയി കിടക്കും. ഒരു ആപ്ലിക്കേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ ടോപ്പ് കോർണറിലുള്ള ഒരു ഫയൽസ് എന്നുള്ള ഒരു ലോഗോ ഉണ്ട്. അതിൽ പോയാൽ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഡൗൺലോഡ് ചെയ്ത് എല്ലാത്തരം ഫയൽസുകളും ഇതിൽ കാണും. ഇനി അതെല്ലാം നമ്മളുടെ ഓപ്പൺ ആക്കാനും ഷെയർ ആക്കാനും അതിൽ നിന്ന് തന്നെ പറ്റും. അതെല്ലാം നമ്മുടെ ഫോണിലെ ഫയൽസിലാണെങ്കിൽ ഡൗൺലോഡ്സിൽ വെബ് ടു PDF എന്നുള്ളൊരു ഇതുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എല്ലാ ഫയലുകളും അവിടെ ഉണ്ടാകും. അവിടെ നമുക്ക് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് കാണുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ ഇത്രയുള്ള ജസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു.